ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേതാനുഭവ കഥയാണ് പറയുന്നത്. എല്ലാവർക്കും അത് കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഈയിടയ്ക്ക് ഞാനൊരു സർപ്പദോഷത്തിനെ കുറിച്ചും മറ്റൊരു അത്യാവശ്യം നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ അധികം ആൾക്കാരൊന്നും അത് കണ്ടില്ല. കാരണം ഞാൻ അവതരിപ്പിക്കുന്നത് പ്രേതകഥകൾ മാത്രമേ എല്ലാവർക്കും താല്പര്യമുള്ളൂ. എങ്കിലും അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചില അത്യാവശ്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രേതാനുഭവം തന്നെയാണ്. ഇത് ഒരുപാട് പ്രേതാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിഹരിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ പ്രേതങ്ങളെ പിടിക്കാൻ പോകുന്ന ഒരു ആളാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ പ്രേതം ബാധിച്ചാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു. ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നത് ഏശൊരു 1000 പുറത്ത് പ്രേതകഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നു എന്നുള്ളതാണ് പലരുടെയും ഒരാൾ വ്യക്തമായി ചോദിക്കുകയും ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്പോൾ ഇന്ന് ഈ സംഭവം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളതൊന്ന് കേൾക്കണേ. ഇത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇത് നമ്മളൊരു സാധാരണ ഒരു തൊഴിലിന് പോകും പോലെ അല്ല ഇതൊരുപാട് അപകടങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ കേസും ഇപ്പോൾ ഞാനൊരു 10 കൈകാര്യം ചെയ്തു. 11ാമത്തെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യാം എന്നൊരു ധാരണ ഈ തൊഴിൽ ചെയ്യുന്നവർക്കില്ല. കാരണം എപ്പോഴാണ് ഇതിൽ നിന്നും തിരിച്ചടി കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് അപകടകരമായി വരുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കേസ് കൈകാര്യം ചെയ്യുമ്പോഴും അത് ഇന്നിപ്പോൾ ഒരാൾ വിളിക്കുന്നു, ഇപ്പം ഒരാളുടെ ശരീരത്തിൽ ഒരു പ്രേതം കയറി, പെട്ടെന്ന് ഓടിപ്പോയി അതിനെ ഒരു പാവയിലോ എന്തായാലും പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റുന്നില്ല. അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി ദിവസങ്ങളെടുത്തിട്ടാണ് നമ്മളത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അതിനെ നമ്മൾ ഒഴിപ്പിച്ചെടുക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഇതൊരു പാട്ട് പഠിക്കും പോലെയാണ്. ഇപ്പം നമ്മളെ ഗായകർ പണ്ടെങ്ങോ പാടിയ പാട്ടുകൾ പോലും അവർ തെറ്റില്ലാതെ പാടും. കാര്യം എന്താ, അവരത് തറവാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മനസ്സിലാക്കി പഠിച്ചിട്ടാണ് അവരെ പാട്ട് പിന്നീട് പാടുന്നത്. ഇത് എപ്പോഴും ഓർമ്മയില്ലെങ്കിലും ഒരു അവസരത്തിൽ അതവർക്ക് അത് കൃത്യമായിട്ട് ഓർമ്മ വരും. അതുപോലെ എല്ലാ തൊഴിലും, ഈ തൊഴിലും അങ്ങനെ തന്നെയാണ്. ഒരു കേസും നിസ്സാരമായി ഞാൻ കാണാറില്ല. പുതിയ ഒരു കേസായി നമ്മളതിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് ഓർത്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ മറന്നുപോകും. എങ്ങനെ ആ ഒരു സംഭവത്തിൻ്റെ ഒരു ത്രെഡ്. പക്ഷെ അതിൻ്റെ ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കുമ്പം അന്ന് പോയി ചെയ്തതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാൽ അതിനുശേഷം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പോകുന്നത് കൊണ്ട് മരിക്കുന്നത് വരെയും അല്ലെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നവരെയും അതുണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം മറ്റൊരു രഹസ്യം കൂടി ഞാൻ പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഒരു കാരണം, ഞാനൊക്കെ ഒരുപാട് പ്രായമായി വരുന്ന ആളാണ്. പ്രായമായി കഴിഞ്ഞു ഒരുപാട്. അപ്പോൾ നമുക്ക് ഓർമ്മശക്തി അതനുസരിച്ച് കുറയും. പക്ഷേ നമുക്ക് മരുന്നുകൾ, ഔഷധങ്ങൾ നമ്മുടെ ഓർമ്മശക്തിയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് വർദ്ധിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാരസ്വതകൃതം നെയ്യ് എല്ലാ ആയുർവേദ കടയിലും കിട്ടും. അത് വാങ്ങിച്ചു വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആ നെയ്യ് കഴിച്ച് 20 മിനിറ്റിന് ശേഷമേ ആഹാരം പോലും കഴിക്കാൻ പാടുള്ളൂ. നെയ്യ് കഴിക്കുന്നതിന് മുമ്പോ പിമ്പോ, അതായത് രാവിലെ ഉറക്കം എണീറ്റ് പല്ല് തേച്ച് വന്ന ഉടനെ അതിലൊരു ചെറിയ സ്പൂണിൻ്റെ ഉള്ളിൽ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റിന് ശേഷം വെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. ഒരു ബോട്ടിൽ നമ്മൾ കഴിച്ചാൽ പിന്നെ ഒരു 3-4 മാസത്തേക്ക് നമ്മൾ കഴിക്കണ്ട. 150-175 ഗ്രാമിൻ്റെയാണ് ഒരു ബോട്ടിൽ വരുന്നത്. അത് കഴിച്ച പിന്നീട് നമുക്ക് ഒരു 2-3 മാസത്തേക്ക് വേണ്ട. അതായത് നമ്മുടെ മെമ്മറി പവർ നന്നായിട്ട് കൂടും. അത് കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായി കൂടും. അത് നമുക്കൊക്കെ ആണെങ്കിൽ കൂടാതിനൊന്നുമില്ല. ഏകദേശമൊക്കെ നമ്മളൊക്കെ ഡേറ്റുകളായി വരികയല്ലേ. പക്ഷെ എങ്കിലും അത് മറന്നു പോകാതെ നമുക്ക് നിൽക്കും. ഉള്ള മെമ്മറി താഴേക്ക് പോകാതെ നിൽക്കും എന്നുള്ളതാണ്. സാരസ്വതകൃതം നെയ്യ് വളരെ ഉത്തമമാണ്, ആയുർവേദമാണ്. അത് ഒരുപാട് ഔഷധ കൂട്ടുകളൊക്കെ ചേർത്ത് തരുന്നതാണ്. വളരെ നല്ല, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഓർമ്മശക്തി, പലരും എൻ്റെ മുമ്പിൽ നിന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന ആൾക്കാർ ഈ വർഷം കാണുമ്പോൾ തന്നെ എനിക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിൽ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് ഞാൻ ഈ കഴിക്കുന്ന മരുന്നാണ്. ഞാനത് ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരുപാട് പേരടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. നിങ്ങൾക്കത് എങ്ങനെ ഉപകാരപ്രദമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞവർക്ക് ഏകദേശം ഉള്ളവർക്ക് അത്
ഉപകാരപ്രദമാകുന്നുണ്ട്. അത് കഴിക്കുന്നുണ്ട്. അത് ഒരു ബോട്ടിൽ വാങ്ങിച്ച് തീരുന്നവരെ കഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് മുടക്കം ഒരു 1-2 ദിവസം മുടക്കം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിക്കുമ്പോൾ ഈ വിധത്തിൽ കഴിക്കുക. പിന്നെ പലരും ചോദിക്കുന്നത് അതിന് വ്രതമുണ്ടോ, മത്സ്യമാംസം അതിൽ കഴിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. രാവിലെ ഈ ഒരു ചിട്ടയോടുകൂടി ഉള്ളിൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രേതാനുഭവത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി സ്ഥിരം പറയുന്നതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംഭവത്തിലേക്ക് കടക്കാം. പ്രേത അനുഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഓരോ അനുഭവങ്ങളും ഓരോ വ്യത്യസ്തമാണ്. അത് എൻ്റെ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതായത് ഒന്നിന് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ ഉണ്ടാകാറുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി. ഇപ്പം ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ അവിടെ സംഭവിക്കും എന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും തുടക്കം, പക്ഷെ ഒടുക്കം ഒക്കെ അത് നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. അപ്പോൾ പ്രേതാനുഭവങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഒരു കുടുംബത്തിൽ 5 മക്കൾ, 5 ആൺകുട്ടികളാണ്. അപ്പോൾ ചോദിക്കും, ഈ 5 പേരൊക്കെ കുടുംബത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. പക്ഷെ ഇന്നത്തെ കാലത്തും 5 പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരമാണ്. ഏകദേശം മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ എന്നെ വിളിക്കുന്നവർക്കൊക്കെ ഇന്നും 5 കുട്ടികളുള്ളവരൊക്കെ ഇന്നും ഉണ്ട്. അപ്പം 5 കുട്ടികളെന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു അത്ഭുതമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെയൊക്കെ തലമുറയും അതിന് ശേഷമുള്ള കുറച്ച് പേർക്കൊന്നും ഒട്ടും അത്ഭുതമുള്ളതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ 5 ആൺമക്കളാണ് ഉള്ള ഒരു കുടുംബത്തിൽ 5 പേര് കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് തക്കതായിട്ടുള്ള പ്രായങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ തീരെ അങ്ങോട്ട് വയസ്സായിട്ടില്ലെങ്കിൽ തന്നെയും 5 പേരും കല്യാണം കഴിഞ്ഞതാണ്. അങ്ങനെ അതിൽ മൂത്തയാൾക്ക് ഒരു പ്രേതം പിടിക്കുന്നു. പ്രേതം പിടിക്കുന്നു എന്ന് വെച്ചാൽ എവിടെ നിന്ന് പിടിച്ചു എന്നൊന്നും അവർക്കറിയില്ല. ഒരു ദിവസം 5 പേർക്ക് ജോലിയൊക്കെ ഉണ്ട്, നല്ല സാമ്പത്തികമുണ്ട്. എല്ലാവരും ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 3-4 വീടൊക്കെ വെച്ചിട്ട് എല്ലാവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ശരിക്കും നല്ലൊരു കൂട്ടുകുടുംബമാണ്. ഭയങ്കര ഒരു ഐക്യവും. ഒരു പ്രശ്നം വന്നാൽ പുറത്തുനിന്ന് ആളൊന്നും വിളിക്കണ്ട, ഒരു ജാഥ നടത്താൻ പോലും ഉള്ള ആൾക്കാർ മറ്റു ബന്ധുക്കളും ഒക്കെ അവിടെ ചുറ്റുപാടും ഒക്കെ ഉണ്ട്. അതിന് ഇയാൾ ഒരു ദിവസം ജോലി കഴിഞ്ഞു വീട്ടിൽ വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല. മറ്റേത് അങ്ങനെയല്ല. ജോലി കഴിഞ്ഞ് വരുമ്പോൾ അനിയന്മാർ വന്നു, അനിയന്മാരുടെ ഭാര്യ, കുട്ടികൾ, അതിനെക്കുറിച്ചൊക്കെ ഈ മൂത്തയാൾ അന്വേഷിക്കും. എല്ലാം അയാളൊരു കാരണവരെ പോലെയാണ്. അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു പോയി. അപ്പം അങ്ങനെ അത്രയും ഒരു ചിട്ടവട്ടത്തോടുകൂടി പോകുന്നതും എന്നാൽ വളരെ സൗഹൃദവും പരസ്പരം അസൂയോ കുശുമ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇയാൾ എന്നും വന്ന് അന്വേഷിക്കണം. പക്ഷെ അന്ന് അയാളുടെ ദൂരെന്ന് വരവ് കണ്ടപ്പോൾ തന്നെ ഈ നിന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ള സഹോദരന്മാരുടെ ഭാര്യമാർക്കും ബാക്കി വീട്ടിലുള്ളവർക്കെല്ലാം ഒരു പന്തികേട് തോന്നി. രൂപമെല്ലാം ആകെ മാറിയിരിക്കുന്നു. ദൂരെ നിന്ന് വന്നപ്പോൾ തന്നെ പ്രായം ഒരു ഉദ്ദേശം ഒരു 40 വയസ്സെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ 45 വയസ്സെന്ന് ചിന്തിക്കുക. പക്ഷെ അതിനേക്കാളേറെ പ്രായമുള്ളൊരു വ്യക്തി വരുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. ഇയാൾ നോക്കുന്നില്ല, കുനിഞ്ഞ് നടന്നു വരുന്നു, മുഖത്ത് ഭയങ്കര ദേഷ്യഭാവത്തിൽ വന്നിട്ട് ഇയാൾ നേരെ അങ്ങ് അകത്ത് കയറി പോവുകയാണ്. അപ്പം ഭാര്യ പുറകെ പോയി. അപ്പം ഇദ്ദേഹം കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെയും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. വലിയൊരു മുറ്റമുണ്ട്. ഈ മുറ്റത്തിൻ്റെ 4 ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ വീട് വരുന്നത്. ആരെയും ഇയാൾ ശ്രദ്ധിക്കാതെ നേരെ മുറിക്കകത്ത് കയറിപ്പോയി. അപ്പം എന്തോ ഒരു പന്തികേട്, ആ കുടുംബത്തിലെ മൂത്ത ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഒന്ന് പോയപ്പോഴത്തേക്ക് എന്തോ പറ്റി, എന്താണെന്ന് അറിയില്ല. അപ്പം എല്ലാവരും ഭാര്യ അടുത്ത് പറഞ്ഞ് പോയി എന്താണ് സംഭവം, ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. ഇവർ നേരെ ഓടി പുറകെ പോയി. ചെന്നപ്പോൾ ഇയാൾ വന്ന ആ വസ്ത്രങ്ങളൊന്നും മാറാതെ കട്ടിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയിരിക്കുകയാണ്. കൈ രണ്ട് ഭാഗത്തേക്ക് ഒന്നിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം. ഈ ഭാര്യ വന്ന് ഇയാളോട് ചോദിച്ചു, എന്ത് പറ്റി, വിഷമിച്ചിരിക്കുന്നു, ദേഷ്യം പിടിച്ചിരിക്കുന്നു, എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇയാളൊന്നും മിണ്ടുന്നില്ല, നിൽക്കുകയാണ്. ഇവർ പെട്ടെന്ന് അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അയാളെ കൈ തട്ടി മാറ്റിയിട്ട് ദൂരെ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഇവർ പേടിച്ചു പോയി. കാര്യം അദ്ദേഹത്തിൻ്റെ ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്. സ്ഥിരം അദ്ദേഹം പറയുന്ന ഒരു ഭാഷ, ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടുന്ന സംസാരിക്കാറൊന്നുമില്ല, ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും അങ്ങനെ ജ്വാല പടരം പോലെ ഇരിക്കുന്നു. മാറി നിൽക്കുക ദൂരെ എന്ന് പറഞ്ഞപ്പം ഇവരങ്ങ് തെറിച്ചു പോകും പോലെ അങ്ങ് പോയി. ഇവർ പെട്ടെന്ന് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ രൂപം ശ്രദ്ധിച്ചപ്പോൾ ഇയാളങ്ങ് അവിടെ ഇരുന്നങ്ങ് വെട്ടി വേർത്ത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു.
ഇവർ പുറത്ത് ഓടിപ്പോയിട്ട് അവരോടൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ചോദിച്ചപ്പം എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു, എന്താണെന്നറിയില്ല. ഉടനെ അവിടെ ഉണ്ടായിരുന്ന അനിയന്മാരും മറ്റുള്ളവരും ഒക്കെ എല്ലാവരും കൂടി നേരെ ഓടി വീട്ടിനകത്ത് കയറുമ്പോൾ നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി എന്നാ, നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞു നിന്നപ്പം ഇയാൾ ചാടി എണീറ്റിട്ട് അവരോട് ചോദിക്കും, ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഇവർ പറഞ്ഞു, എന്ത് കാര്യം ചേട്ടൻ, എന്ത് കാര്യമാണെങ്കിൽ പറയൂ, ഞങ്ങൾ ഓർമ്മയില്ല, പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാൾ പിന്നെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത വിധത്തിൽ പറയുന്നു. ഇയാൾ നിന്ന് വിറയ്ക്കുന്നു, വിറച്ച് ഇയാളുടെ കണ്ണൊക്കെ മുകളിലോട്ട് പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇയാളുടെ വായി കൂടെ നൊരയും പതയൊക്കെ വന്നിട്ട് പെട്ടെന്ന് വീണു. ഇവരെല്ലാം കൂടെ വന്ന് പിടിച്ചു, അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നപ്പോൾ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. BP കയറിയതാണോ അതൊന്ന് നോക്കി, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് അവിടെ കിടന്ന ഒരു ഇതൊക്കെ കൊടുത്തു, ട്രിപ്പൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം നോർമലായി. അപ്പം അവർ ചോദിച്ചു, എന്ത് പറ്റിയതാണ്? അപ്പം അയാളോട് അറിയില്ല. ഇവരുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 കിലോമീറ്ററും ദൂരെയാണ് മെയിൻ റോഡ്. അവിടെ ഇയാൾ ബസ് ഇറങ്ങിയിട്ട് നടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബസ് ഇറങ്ങിയത് മാത്രമേ ഇങ്ങർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് ഇങ്ങർക്ക് ഓർമ്മ വന്നത്. അല്ലാതെ ഒന്നും ഇങ്ങർക്ക് എന്ത് സംഭവിച്ചു. അപ്പോൾ ഇവർ ഓരോന്ന് പറയുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ട് അയാളോട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ദേഷ്യപ്പെടുന്നൊരു മനുഷ്യനെ ഒരു പഞ്ചഭാവം പിടിച്ചു. അതെല്ലാവരും 5 പേരും അങ്ങനെയാണ്. ഒന്നിനൊന്ന് പാവത്തുകളാണ്. ആരെങ്കിലും അടിച്ചാൽ പോലും ഓടിത്തള്ളികളയും, അത്രത്തെ വലിയ ടീമാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇയാളുടെ ആ അവസ്ഥ അങ്ങ് മാറി. പിന്നെ കുഴപ്പമൊന്നുമില്ല, നിന്നു. വീണ്ടും അവർ പറയുന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു സഹോദരൻ വൈകുന്നേരം വന്നത് ഇതേ അവസ്ഥ. ഇയാൾ എന്താണോ കാണിച്ചത് അതുപോലെ അയാളും വരുന്നു. അയാൾ വന്ന് കണ്ടപ്പോൾ ആദ്യം ഇവർക്ക് മനസ്സിലായില്ല, മറ്റേ ആൾ കാണിച്ചത് അതുപോലെയാണല്ലോ എന്ന് മനസ്സിലായില്ല. ഇയാളും ഇതേ കണക്കൊന്ന് ദേഷ്യത്തോടെ അകത്ത് ഒരേ കണക്കിന് കാണിക്കുന്ന ഒരേ അവസ്ഥയാണ്. അയാളുടെ രൂപത്തിന് മാറ്റം വരുന്നു, പ്രായം കൂടുതലായിട്ട് തോന്നുന്നു. ആ ഭാര്യ എല്ലാവരും കൂടെ വന്ന് പുറകെ ഓടി ചെന്നപ്പോൾ ഇയാളങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, അത് നിങ്ങൾ നടത്തി തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി. അപ്പോൾ അവർക്കും ഒന്നും മനസ്സിലായില്ല. ഇതേ കണക്ക് അങ്ങേര് വായി കൂടെ നൊരയും പതയൊന്നും വന്നില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരാൾക്ക് മാത്രമേ അങ്ങനെ വന്നുള്ളൂ, ബാക്കിയാർക്ക് അങ്ങനെയൊന്നും വന്നില്ല. പറഞ്ഞ് അവിടെ കിടന്ന് വേണ്ട ബഹളവും അട്ടഹാസവും ഒക്കെ കാണിച്ച് അവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് ചുരുണ്ടുകൂടി തറയിൽ അങ്ങ് വീണു, ബോധം കെട്ടു. അദ്ദേഹത്തിനെ ഇവരുടെ അടുത്തുണ്ട് ഹോസ്പിറ്റലിൽ പോയി, രണ്ടാമത്തെ ആളിനെ. അപ്പോഴത്തേക്കും ഡോക്ടർ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് ട്രിപ്പൊക്കെ കൊടുത്ത് തിരിച്ച് പറഞ്ഞു വിട്ടു. വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആൾക്കും ഇതേ കണക്ക് വന്നു. 5 പേർക്കും ഈ അവസ്ഥ. അതായത് ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ വരെയാണ്. 5ാമത്തെ ആളിനും കൂടെ വന്നപ്പോൾ ഇവർക്ക് ഒരു ഭയമായി, ഇതെന്താണ് ഇങ്ങനെ മാറി വരുന്നത്. അപ്പോൾ ഈ 5 പേരോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുക, ആർക്കും അറിയില്ല. അവരവിടെ നിന്ന് ബസ് ഇറങ്ങി കഴിയുന്നത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ഈ 5 പേരും 5 ഭാഗത്തുനിന്ന് ബസ്സിലാണ് വന്നിറങ്ങുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ ഇതൊന്നും വലിയ ഇന്നത്തെ കണക്ക് ഈ സ്കൂൾ ബൈക്കും ഒന്നും അത്ര സുലഭമല്ല. ഉണ്ട് എങ്കിൽ പോലും ഇവർ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഇവർ ബസ്സിൽ പോയി വരുന്നു. ഒരു കാറെന്തോ മാത്രം വീട്ടിലുള്ളൂ, അത് എല്ലാവരും കൂടെ യാത്ര പോകാനായിട്ട്, ബാക്കിയെല്ലാം ബസ്സിൽ തന്നെ പോക്കും വരവും ഒക്കെ. അങ്ങനെ 5 പേർക്കും ഈ അനുഭവം ഉണ്ടായപ്പോഴത്തേക്ക് ഇവർക്കൊരു പേടിയായി. ഇതെന്തോ ഒരു അസുഖമൊന്നുമല്ല, ഒരു മോശമായ അനുഭവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ അടുത്തുള്ള ജ്യോതിഷികളടുത്തും ഒക്കെ പോയി കാണുന്നുണ്ട്. അപ്പം പ്രേതം കയറി. അപ്പം അത് എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അവർ തന്ന ചാർട്ട് ഞാൻ വായിച്ചു നോക്കി. ഒരു ജ്യോതിഷി എഴുതി വെച്ചിരിക്കുന്നത് ഈ നമുക്കറിയാവുന്നുള്ള സകല പ്രേതത്തിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഹ്രന്തുകാമൻ, ക്രോത്തുകാമൻ, നീലകാമം, അറകുല, പ്രേതം, ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞുകൊണ്ട് സകല പേരുകളും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് നമ്മളൊരു ആവാഹന മന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേരുകൾ ഉൾപ്പെട്ടുകൊണ്ടൊരു ആവാഹന മന്ത്രമുണ്ട്. ഇത് ഞാൻ ഓർമ്മിച്ച് വയ്ക്കാൻ കാര്യം അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മന്ത്രം അറിയാം. ഈ മന്ത്രത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ മന്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഹന്തുകാമം, ക്രോത്തുകാമം, നീലകാമം, അറകുല, പ്രേതം, ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കുറേ ആൾക്കാർ കാറ്റഗറിപ്പെട്ട ഇതേ കണക്കുള്ള പ്രേതത്തിൻ്റെ പേര് പറയും. ഇതിൽപ്പെട്ട ഏതായാലും
ഇതിലേക്ക് വരണം എന്നാണ് ആ മന്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു പാവ് വെച്ചിട്ട് നമ്മൾ ആവാഹനം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം ഇനി ഒരുപാടുണ്ട് കേട്ടോ. ഇതിൽപ്പെട്ട ഏതാണെങ്കിലും ഈ ശരീരത്തുള്ള ഏതാണെങ്കിലും അത് ഇതിലേക്ക് വരണം എന്നുള്ള ഒരു സാധ്യം പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എനിക്കൊന്നും എഴുതി കൊടുത്ത ജ്യോതിഷൻ ഈ മന്ത്രം അറിയാം. അതുകൊണ്ട് ആ മന്ത്രത്തിലുള്ള എല്ലാ പ്രേതങ്ങളുടെ പേര് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നല്ല ഓർമ്മ വന്നത്. ഇപ്പോഴെല്ലാം എനിക്ക് അന്നേ ഓർമ്മ ഉണ്ടായിരുന്നു. എഴുതി വെച്ചിരിക്കുകയാണ്, ഇത്രയും പ്രേതങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നു, പൂജ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവർ കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്തു. പൂജ ചെയ്തിട്ട് ഇതൊന്നും ഒരു മാറ്റവും. അപ്പോഴും പൂജ ചെയ്തിട്ട് ഇത് ശരീരത്തൊന്നും ആരുടെ ശരീരത്ത് വന്നില്ല. അദ്ദേഹം വന്നു, കുറേ ആൾക്കാരെ കൊണ്ടുവന്നു, അദ്ദേഹം ഒരു ജ്യോതിഷിയൊക്കെ കൊണ്ടുവന്നു ഇരുത്തേക്കാണ് കാര്യങ്ങൾ ചെയ്തു പോയത്. പക്ഷെ മാറ്റമൊന്നുമില്ല, വീണ്ടും ഇത് വരുന്നു. പക്ഷെ അവർ വീണ്ടും പലരിടത്തും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി അവസാനം ഇത് ഞാൻ പറഞ്ഞല്ലോ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തും എത്തി. ഒരുപാട് പേരുടെ അടുത്ത് വന്നു, എൻ്റെ അടുത്തും എത്തി. അങ്ങനെ ഞാനിത് അവസാനം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പിന്നെ എന്തായാലും ഭാഗ്യം കൊണ്ട് മറ്റൊരു ഭാഗത്ത് പോയില്ല. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം കൂടി പറയാം. ഇപ്പം ഞാൻ ഏറ്റെടുത്ത എല്ലാ കേസുകളും വിജയിച്ചിട്ടുണ്ടോ, മാറ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ചിലതൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ട്. പാളിച്ച പറ്റുന്നത് ഇപ്പം നമ്മൾ ഒരു ബോറടിക്കല്ലേ, ഞാനത് ഇടയ്ക്ക് ഒന്ന് പറയുകയാണ്. പലരുടെ ചോദ്യങ്ങൾ കൊണ്ട് പറയുന്നതാണ്. അതായത് നമ്മളൊരു ബാധ ഒഴിപ്പീരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് റിസ്ക്കാണത്. അത് നമ്മൾ മാത്രം എടുക്കേണ്ടതല്ല. പ്രേതബാധ നമ്മുടെ ശരീരത്തെ ഒഴിപ്പിച്ചു കഴിഞ്ഞാലും അത് പറയുന്ന 90-120 ദിവസത്തോളം നമ്മൾ ചെയ്യുന്ന ആദ്യം ഇത് മാറ്റി കഴിഞ്ഞാൽ അപ്പോഴും തീരില്ല. 90-120 ദിവസം കൊണ്ട് പൂർണ്ണമായി ഇത് ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടുള്ളൂ. അതുവരെ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ഈ വീട്ടുകാരനുസരിക്കണം, അനുസരിച്ചേ പറ്റുള്ളൂ. അതിൽ പാളിച്ച പറ്റിയാലും നമുക്ക് പിടുത്തം കിട്ടില്ല, പോകും. അങ്ങനെ ചില കേസുകളൊക്കെ പാളിപ്പോയിട്ടുണ്ടില്ല എന്നും പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നു. ഞാനിത് അപ്പം ഇത് എനിക്ക് ഒരുപാട് പേര് കൈകാര്യം ചെയ്തിട്ട് നടക്കാതെ വരുന്ന കേസാകുമ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ കയറും. കാര്യം വെച്ചാൽ ഇത്ര ആൾക്കാർ ചെയ്തിട്ട് വരാതെ വരുമ്പോൾ നമ്മുടെ കൈക്ക് ഒതുങ്ങുമോ, നാണക്കേടാവും എന്നൊരു പേടിയുണ്ടാവും. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാണ്. കാര്യം അതോടുകൂടി നമ്മളിത് നിസ്സാരമായിട്ട് നമ്മൾ കാണില്ല. നമുക്ക് ഏതിനെയും നമുക്ക് ഇപ്പം പിടിച്ചു കെട്ടാം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ഉണ്ടാകില്ല. നമ്മൾ പേടിക്കും. അത് ഒരു കണക്കിന് നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കും. പണ്ട് ചെയ്തിട്ടുള്ള പല കേസുകളും ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിക്കും. നമ്മളപ്പോഴും ഗുരുസ്ഥാനീയ രാജ്യങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകും. അവരുടെ അടുത്ത് പോയി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. കാരണം ഇത് പോയി പിടിക്കാൻ പോകുമ്പോൾ ഇത് മാറണം. അതിനോടൊപ്പം നമുക്ക് അപകടം ഉണ്ടാവരുത്. എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ചിരുന്ന 4-5 പേര് എല്ലാ പൂജയ്ക്കും എൻ്റെ കൂടെ ഉണ്ടാവും. അവർക്ക് അപകടമൊന്നും വരരുത്, അവരുടെ കുടുംബക്കാർക്ക് വരരുത്. ഇതെന്ന് വെച്ചാൽ ഒരു ആറ്റം ബോംബ് പോലെയാണ്. സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്ത് പൊട്ടിത്തെറിച്ച് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അങ്ങനെ ഇത് അവിടെ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ചാർത്തുകളൊക്കെ കാണുന്നത്. അത് ഒരു കെട്ട് ചാർത്തുണ്ടായിരുന്നു ഇവർക്ക്. ഓരോരുത്തരെ കണ്ടത് എല്ലാവരും ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പ്രേതമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഈ പല പേരുകളിലും ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു ജ്യോതിഷ മാത്രമേ ഈ മന്ത്രത്തിലെ പേരുകളൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അവിടെ പോയി ഇദ്ദേഹത്തിന് ഈ 5 സഹോദരങ്ങളെ ഞാൻ കാണുന്നു. അവരുടെ വീട്ടിൽ പോയി അവരുടെ ഭൂമി പരിശോധിച്ചപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് അവർക്ക്. കൃഷിയൊക്കെ ഉണ്ട്. അവരുടെ കൃഷിഭൂമിയും പഴയൊരു തറവാട്ടുകാരാണ്. കാണുന്നു അവരുടെ വീടുകളെല്ലാം പരിശോധിക്കുന്നു, ഓരോ മുറികൾ. അപ്പോൾ തെക്കിനിയൊക്കെ ഉണ്ട് അവരുടെ കുടുംബ വീട്ടിൽ. അതുമൊക്കെ പരിശോധിച്ചു. കാര്യം ഇതെല്ലാം നമ്മൾ നോക്കണം. ഇത് അങ്ങനെ വന്നതാണ്. കാര്യം ഒരാളിലല്ല, 5 പേരിൽ 5 സഹോദരന്മാരിൽ ഒരുപോലെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മറ്റൊരു ഭാഗത്തു നിന്നും, അതായത് യാത്രാമധ്യേ ഒരാൾക്ക് കിട്ടും. ഇപ്പം ഞാൻ ഒരു യാത്ര പോകുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഓറ ലെവലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് എന്നിലേക്ക് കയറും. ഞാനുമായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ഒരു ബന്ധമില്ലാത്തതായിരിക്കാം, അങ്ങനെ കയറും. ഇത് അങ്ങനെ കയറിയതല്ലാന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒരാളിലേ വരുള്ളൂ. ഇത് 5 പേരിലും വരുന്നുണ്ട്. അപ്പം ഈ രസം എന്ന് വെച്ചാൽ 5 പേരും കാണാനൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. പ്രായത്തിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം ആൾക്കാർ. പക്ഷേ എങ്കിലും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ കണ്ടാൽ ഒരു അച്ചിരി വാർത്തകളൊക്കെ ഇരിക്കും. അപ്പം ഇത് എനിക്ക് മനസ്സിലായത് കാര്യം, ഇത് അവരുമായി ബന്ധപ്പെട്ട ആരുടെയോ
കാരണവന്മാരുടെ എന്തെങ്കിലും പ്രേതമായിരിക്കുക. കാര്യം നമുക്കത് ആർക്കായാലും മനസ്സിലാകുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുമായി ജീവിച്ചിട്ട് ബന്ധമില്ലാത്ത ഒരു ആത്മാവാണ് നമ്മളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഒരാളിലേക്ക് കയറുള്ളൂ. അതിന് മറ്റൊരാളിലേക്ക് പോകാൻ പറ്റില്ല. കാര്യം അത് നമ്മളിലേക്ക് കയറുന്നത് നമ്മുടെ ഓറ ലെവലും അതിൻ്റെ ഓറ ലെവലും നമ്മൾ ഒരേ കണക്കിരിക്കുന്നത് കൊണ്ടാണ് അത് കയറുന്നത്. പക്ഷേ 5 പേർക്ക് ഒരേ കണക്കാവണമെന്നില്ല. അപ്പോൾ ഈ 5 പേരിലേക്കും ഇത് മാറി മാറി വരണമെന്നുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സംശയം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും അകാല മൃത്യു സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ അകാല മൃത്യു സംഭവിക്കുന്ന ആത്മാക്കളാണല്ലോ ഇങ്ങനെ പ്രേതമായി വരുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഒരു അകാല മൃത്യു അവരുടെ കുടുംബത്തിൽ പണ്ടൊക്കെ എങ്ങോ സംഭവിച്ചിട്ടുണ്ട്, ഇവർക്ക് ജനിക്കുന്നതിന് മുമ്പ്, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ അടുത്ത സമയത്തിന് മരിച്ചുപോയ ഒരു അടുത്തല്ല വലിയ കാലതാമസം ഇല്ലാതെ മരിച്ചുപോയ ഒരു ആത്മാവാണ്. അകാല മൃത്യുവൊന്നും ഞാൻ ഉദ്ദേശിച്ചതാണ്. കാര്യം അങ്ങനെയൊക്കെയാണോ ഈ പ്രേതമായി വരുന്നത് എന്നുകൊണ്ട് ചോദിച്ചാൽ, അപ്പോൾ അങ്ങനെ ആത്മഹത്യയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖം വന്ന് കിടന്ന് നരകിച്ച് മരിക്കുകയോ വണ്ടി ഇടിച്ച് മരിക്കുകയോ കൊലപാതകം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആകെ പ്രശ്നമായി. എന്തായാലും മാറ്റുമ്പോഴേ ഞാൻ പറയും, ഈ 5-ൽ ആരെങ്കിലും ഒരാളുടെ ശരീരത്തിൽ ഇത് വരുത്തി നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് മാറ്റാം. അപ്പം അവർക്കും ആഗ്രഹം അതാണ്. കാര്യം ചെയ്ത് എന്തുകൊണ്ട് വന്നു, അപ്പം ഇത് ആളറിഞ്ഞില്ലെങ്കിൽ അത് ഇനിയും വന്നാലോ, അതുകൊണ്ട് ആളറിഞ്ഞ് നമുക്ക് മാറ്റുന്നതാണ് നല്ലത് എന്നുള്ളൊരു ധാരണയോടുകൂടി ഞങ്ങൾ പൂജ തീരുമാനിക്കുന്നു. പൂജയ്ക്ക് പോയി കളവൊക്കെ ഇട്ട് റെഡി. അപ്പോൾ 5 പേരും നല്ല രീതിയിൽ നിൽക്കുന്നു, അവരുടെ ഭാര്യമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പൂജ തീരുമാനിച്ചതിന് ശേഷം അതിന് മുന്നേ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ചില സമയങ്ങളിൽ ഈ സഹോദരന്മാരുടെ ആർക്കെങ്കിലുമൊക്കെ ഒരു തലകറക്കും ഒരു ബുദ്ധിമുട്ടും കുഴഞ്ഞു പിഴയൊക്കെ ഉണ്ട്. പക്ഷേ ഈ എടുത്തെറിയും ബഹളവും കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെയൊക്കെ പവർ മറ്റുള്ള പോറ്റിമാരൊക്കെ വന്ന് ചെയ്ത് കുറേ പവറൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അത്രയും രൂക്ഷമായിട്ടുള്ള അവസ്ഥകളൊന്നുമില്ല. എങ്കിലും ഉണ്ട്. അതിന് 5 പേരും കസവും ഉണ്ടാക്കി കൊടുത്ത് അവരങ്ങ് തയ്യാറായി നിൽക്കുകയാണ്. അവർ ഈ കളത്തിന് മുമ്പിൽ വന്ന് എല്ലാവരും നിന്നു. അവർ വലിയ കാര്യമായിട്ടൊക്കെ വലിയ ഒരു ആഘോഷം പോലെയാണ് അവർക്ക്. അങ്ങനെ ഞങ്ങൾ പൂജ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 പേരിൽ 6ടെ ദേഹത്ത് വേണമെങ്കിൽ ഇത് വരാം, ശ്രദ്ധിച്ചിരിക്കുക. കൂടുതൽ ക്ഷീണം തോന്നുന്നവർ, അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം നമുക്കിങ്ങനെ പെട്ടെന്ന് ബോധം മറഞ്ഞു പോകുന്നതിന് ഒരു ക്ഷീണം തോന്നിക്കഴിഞ്ഞിട്ടാണ് ബോധം മറന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷീണം തുടങ്ങുകയാണെങ്കിൽ ആരെങ്കിലും ആർക്കാണോ വരുന്നത് അവരൊന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ തുടങ്ങി. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം സ്മൂത്തായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ അനിഷ്ട സംഭവങ്ങളോ കാര്യങ്ങളോ അതിനകത്തൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഏറ്റവും ഇളയ ആൾ ഇങ്ങനെ കയ്യെടുത്ത് കാണിച്ചിട്ട് തല ഇങ്ങനെ കറങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ അടുത്ത് വന്നു നിന്നു. ബാക്കി മൊത്തം 5 പേരാണല്ലോ. ഏറ്റവും ഇളയ ആളാണ് ഇത് പറഞ്ഞത്. ബാക്കി 3 പേരും കൂടെ ചാടി എണ്ണിട്ട് ഇയാളുടെ അടുത്ത് വന്നു അടുത്ത് നിൽക്കുന്നു. തലയിലൊക്കെ ഇങ്ങനെ തടവുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ അത്ര സ്നേഹമാണ്. മറ്റു ബന്ധുക്കളെല്ലാവരും ഉണ്ട്. ഇവരുടെ ഭാര്യമാരുടെ വീട്ടുകാരെല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സമരം വന്നാൽ ഇവരും ഒറ്റയ്ക്ക് മതി ഒരു നല്ല ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് ബന്ധുക്കളുണ്ട് അവർക്ക്. അപ്പം ഇളയാൾ ഇരിക്കുന്നത്, മൂത്തയാളിരുന്ന് ഇയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇളയാൾക്ക് ഈ ഒരു ചാഞ്ചാട്ടം അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്ക് ഈ 5 പേരിൽ ഒരാളിൽ ഇതിനൊരു അംശം വന്നു കഴിഞ്ഞു. ഈ വന്ന സ്ഥിതിക്ക് പിന്നെ ഇതിൻ്റെ പവർ കൂട്ടിയില്ലെങ്കിൽ ഇത് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വീണ്ടും അടുത്ത പൂജ നമുക്ക് ഡേറ്റ് കൊടുത്ത് സംഘടിക്കേണ്ടി വരും. ഈ വന്നു എന്ന് മനസ്സിലായി ഇയാൾക്ക് കറക്കം വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ വരാനുള്ള പവർ കൂട്ടി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ട് ഇയാളെ ഞങ്ങൾ നോർമലായി. ഞാനിയെ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വെള്ളം കുടിക്കാൻ പോകണം, വെള്ളമൊക്കെ കൊടുത്തു തന്നെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ചു, ദൈവം പൊളിഞ്ഞ. അങ്ങനെ നിന്നപ്പോണ്ട് മൂത്തയാൾ അങ്ങ് ചാടിയണീറ്റ് അവിടെ നിന്നുകൊണ്ട് വേണ്ട ബഹളം കാണിച്ചു. അപ്പം ഇളയാളിൻ്റെ ശരീരത്താണ് വന്ന് തുടങ്ങിയെങ്കിലും ഞാനിത് പവർ ചെയ്ത സമയത്തിന് പൂർണ്ണമായി ഇത് വന്നത് മൂത്തയാളിൻ്റെ ശരീരത്തിലാണ്. ബഹളമായി, എടുത്തെറിയുമ്പോൾ ബഹളമൊക്കെ ആയി. പക്ഷെ നമ്മളെ വിളക്കോ കാര്യങ്ങളും തൊട്ടില്ല. അവിടെ കിടന്ന് ഇയാളങ്ങ് വേണ്ട ബഹളം, എല്ലാവരെയും വഴക്ക് പറയും പോലെയൊക്കെ കാണിക്കുന്നു. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്ന് ഇയാളെ പിടിച്ചു. എന്ത് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു മുന്നിൽ കൊണ്ടിരുത്താൻ പറഞ്ഞു. അപ്പോൾ ഇയാളെ പിടിച്ചു. കുറേ ബഹളം കാണിക്കുന്നുണ്ട്. പക്ഷെ അയാൾ വന്നിരിക്കാൻ തയ്യാറായി. എങ്കിലും ആരും ശരീരത്തിൽ പിടിക്കുന്നതോ നിർബന്ധിക്കുന്നതോ ഇഷ്ടമല്ലാത്ത വിധത്തിൽ എല്ലാവരും തട്ടി മാറ്റുന്നുണ്ട്, രൂക്ഷമായി നോക്കുന്നുണ്ട്, അടിക്കാൻ കൈപൊക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു
നല്ല സാധനമാണ്. നല്ലതെന്ന് വെച്ചാൽ പ്രേതങ്ങളെല്ലാം മോശമാണ്, പക്ഷേ എങ്കിലും ഇതിനെ നമ്മൾ അങ്ങനെ ഒരു മോശമായ അവസ്ഥയിൽ കാണണ്ട. അപ്പോൾ വന്നിരുന്നുണ്ടെങ്കിൽ ഞാൻ തൊഴുതിട്ട് ഞാൻ പറഞ്ഞ്, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി വന്ന ഒരാളാണ്, അപ്പം അങ്ങ് ആരാണെന്ന് പറഞ്ഞാൽ, എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കട്ടെ, എവർക്കറിയാം എൻ്റെ ആവശ്യം എന്തെന്ന്. ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമാണ്, പക്ഷെ അതവർ സാധിച്ചു തന്നിട്ടില്ല. അവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം, ഇത് എന്താണ് സംഭവിച്ചതെന്നൊരു പിടിയും കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങ് ആരാണെന്ന് പറയൂ. ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരനാണ്. അപ്പോഴിവർക്ക് മനസ്സിലായി അമ്മയുടെ സഹോദരൻ വെച്ചാൽ. അപ്പോൾ സംഭവം ഞാൻ രണ്ടാമത് പറയാം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം അല്ല, അത് പറഞ്ഞാലേ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം പറയാൻ പറ്റുള്ളൂ. അമ്മയുടെ സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. ഈ സഹോദരൻ കല്യാണം കഴിക്കാതെ ഈ സഹോദരിയോടൊപ്പം തന്നെ ജീവിച്ചു. അപ്പം ഒരുപാട് സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്കും ഒരുപാട് സ്ഥലം, ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും ഒക്കെ ഇദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം ഇവർക്ക് ഈ 5 മക്കൾക്കും കൂടെ തന്നെയാണ് കൊടുത്തത്. ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഒരു സഹോദരനും സഹോദരിയേ ഉള്ളൂ. ഈ സഹോദരൻ്റെ മക്കൾക്ക് തന്നെയാണ് കാലശേഷം എടുത്തോളാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒരു ആവശ്യം പറഞ്ഞിരുന്നു. ഒരു വലിയ വലിയ പ്ലാവ് നിപ്പുണ്ട്. ഈ പ്ലാവ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെക്കാളും പ്രായമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നോ അവരാണ് പറഞ്ഞത്. ആ പ്ലാവ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഈ പ്ലാവിൻ്റെ മൂട്ടിൽ അടക്കം ചെയ്യണം. അടക്കം ചെയ്തിട്ട് ഈ പ്ലാവ് അവിടെ നിന്ന് കരിഞ്ഞു പോകുന്ന സമയത്തിന് മാത്രമേ, എത്ര തലമുറ കഴിഞ്ഞാലും അത് കളയാവൂ, ഇല്ലെങ്കിൽ അല്ലാതെ മുറിച്ചൊന്നും മാറ്റരുത്, എനിക്ക് അവിടെ വേണം എനിക്ക് ചെതയൊരുക്കാനെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരത് ചെയ്തില്ല. എല്ലാവരും കൂടി ചേർന്ന് ഇദ്ദേഹത്തിന് പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കി. ഈ മാമനോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, മരിച്ചു കഴിഞ്ഞപ്പോൾ അവരങ്ങനെയാണ് ചെയ്തത്. അത് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദോഷമുണ്ടാകും. മരിച്ചിട്ട് ഇത് സംഭവം ഉണ്ടാകുന്ന മരിച്ച് 3-4 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ അടക്കം ചെയ്തില്ല എന്ന് മാത്രവുമല്ല, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഇതിലൊരാൾ അവിടെ വീട് വെച്ചു. ഞാൻ ചെല്ലുമ്പോൾ ഈ മരവും മങ്കിണിയൊന്നും അവിടെ ഇല്ല. ആ പ്ലാവൊക്കെ അവർ മുറിച്ച് അതുകൊണ്ട് കട്ടളപ്പൊടിയൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ ഒരു വീടും അങ്ങ് വെച്ചു. ഇദ്ദേഹത്തിന് അടക്കിയത് പൊതു ശ്മശാനത്തിൽ. ഇദ്ദേഹത്തിന് അടക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് വീടും വെച്ചു. ഈ പ്ലാവെല്ലാം മുറിച്ചിട്ട് പുതിയ രീതിയിൽ വീടും വെച്ചു. അതായത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 1 വർഷത്തിന് ശേഷമാണ് ഇവർ പണി തുടങ്ങി. പെട്ടെന്ന് പണി പൂർത്തിയാക്കി അവിടെ ഇപ്പോൾ താമസമാക്കി. ഇതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് അത് ആത്മാവിന് വലിയ വിഷമം ഉണ്ടാക്കി. അന്ത്യാഭിലാഷമായിരുന്നു, അത് സാധിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കണക്ക് സത്യം പറഞ്ഞ ഈ പ്രേതത്തിൻ്റെയൊക്കെ ചില അവസ്ഥകൾ എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. പിന്നീട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് ഞാനൊന്നും പിന്നെ അവിടെ ഒന്നുമല്ല. അവരമ്മാവനും മക്കളും മരുമക്കളും തമ്മിലായി കാര്യം പറച്ചിലും ഇത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ചെയ്തില്ലേ, ഒന്ന് അവർ മാമാന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നു, ഓടി വന്നു, കെട്ടിപ്പിടിക്കുന്നു, അവർക്ക് ഉമ്മം കൊടുക്കുന്നു. അത്രയും അവർ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ ഇടപെട്ടത് അതുപോലെ അവർ സംസാരിക്കുന്നു. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരും ചമ്മി അങ്ങനെ അയ്യടാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ഒരു റോളും ഇല്ലാത്ത അവസ്ഥയായി. പക്ഷെ റോള് വന്നത് അവസാനം. ഒക്കെ പറഞ്ഞു, ശരി, എല്ലാം സമ്മതിച്ചു. എന്നിട്ട് ഇവർ പറഞ്ഞു, അപ്പോൾ ഇനി മാമൻ ഞങ്ങളാരും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സ്വഭാവം മാറി. എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടാതെ ഞാൻ പോകില്ല എന്നായി. അപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങളെ റോള് വീണ്ടും വന്നു. പിന്നെ ഞാനത് സംസാരിച്ചു. അത് അദ്ദേഹത്തിന് കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ അദ്ദേഹം പറയുന്നു, എനിക്ക് മോക്ഷപ്രാപ്തി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം നമ്മൾ ഒരു വിധത്തിലൊക്കെ പറഞ്ഞൊക്കെ പരിഹരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്നും നിർബന്ധിക്കേണ്ടി വന്നില്ല. ഇങ്ങനെ കുറേയൊക്കെ സംസാരിക്കേണ്ടി വന്നു. ഇതെല്ലാം അവിടെ വീട് വെച്ച് ഇനി വീട് ഇടിക്കാനോ പൊളിക്കാനോ പറ്റില്ല, മരമെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ആഡംബരം കാണിച്ചെങ്കിലും ഇത്ര ഒരു നമ്മളൊക്കെ വിരട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കാണിച്ച് ആ പ്രേതം ഒരു പഞ്ചപാവമായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ മരുമക്കളോട് എങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നോ ആ വിധത്തിൽ തന്നെയാണ് പിന്നീട് അദ്ദേഹം ഇടപെട്ടത്. പിന്നീട് പറഞ്ഞു, അത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഒരു ആഗ്രഹം എൻ്റെ ആത്മാവായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നു, അതെനിക്കൊരിക്കലും ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അവർ 13 ബലി പോയി മാസാമാസം. അന്ന്
നമ്മൾ ഈ കർമ്മം ചെയ്ത ആ നക്ഷത്രം വെച്ചിട്ട് 13 ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതും തിലഹോമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതെല്ലാം സമ്മതിച്ചു. അങ്ങനെ അതിനെ പൂർണ്ണമായി അത് മാറിപ്പോയി. അതിനുശേഷം പിന്നെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ 5 പേർക്ക്, പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു പാഠം മനസ്സിലായത്, ഒരു പ്രേതം തന്നെ ഒരു സമയം 2 പേരുടെ ശരീരത്ത് വന്നിട്ടില്ല. ഇത് 2, 3, 4 ദിവസത്തെ ഗ്യാപ്പിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അവിടെ നിന്ന് മറ്റൊരിടത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടു. ഒരു സമയം തന്നെ 2 പേരും കൂടെ ഒന്നിച്ച് വന്നില്ല. അങ്ങനെ വന്നിട്ടുള്ള കേസുണ്ട്. അത് 2 പേര് 2ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ് നമ്മൾക്ക് അതോടുകൂടി ഞങ്ങളൊക്കെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ, കൊന്നുകളയെന്ന് വിചാരിച്ചു ഞങ്ങളൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഇതെങ്ങനെയാണ് പ്രേതാനുഭവ കഥകൾ. അപ്പം ഒന്നുകൂടി പറയാം, എൻ്റെ പ്രേതാനുഭവങ്ങൾ കഥകൾ കേട്ടിട്ട് നിങ്ങൾ പേടിക്കാനൊന്നും നിൽക്കണ്ട. ഞാനിങ്ങനെ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പേടിച്ചാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും അത് പിന്നീട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ എന്നാലും ചില ആൾക്കാർക്ക് പേടിക്കണമെന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ഞാൻ ഇൻട്രോയിൽ ചില സംഭവങ്ങളൊക്കെ കയറ്റിവിടാറുണ്ട്. ഇതൊക്കെ കേട്ട് നിങ്ങളൊന്ന് നന്നായി ഒന്ന് പേടിക്കുക. ഒരിക്കൽ കേട്ട് പേടിച്ച് കൊതി തീർന്നില്ലെങ്കിൽ 2, 3 പ്രാവശ്യം ഇൻട്രോ മാത്രം കേട്ട് പേടിച്ച് ഒന്ന് റെഡിയായതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കേട്ടുള്ളൂ. ഞാൻ ഈ സംഭവ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ പേടിക്കുക എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അങ്ങനെ ഇടയ്ക്ക് ഒന്നുകൂടി പേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇൻട്രോ കണ്ടിട്ട് വരിക. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതിനൊക്കെയുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് അധികമായിട്ടൊക്കെ വരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കേസുകൾ നേരിട്ട് അവിടെ വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നേരിട്ട് വന്ന് കാണണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പർ വിളിച്ചാൽ മതി. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം വരെ വരേണ്ടി വരും. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.